ഇലപ്പുള്ളിയിൽ ആരംഭിക്കാനിരിക്കുന്ന വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പ്രാദേശിക പാർട്ടി നേതൃത്വം ആശങ്ക പങ്കുവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി ഉണ്ടാകുമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആശങ്ക. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതിൽ ഏറ്റവും പ്രധാനം ഇലപ്പുള്ളി പഞ്ചായത്ത് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. അവർ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു മദ്യനിർമ്മാണ യൂണിറ്റ്, മദ്യോത്പാദന യൂണിറ്റ് അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു വിഷയമായി മാറും അവിടെ എന്നുള്ളത് തർക്കമില്ല. ഈ ഒരു ആശങ്കയാണോ ഇന്ന് സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ടത്? തീർച്ചയായിട്ടും ഈ പാലക്കാട് ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അല്പസമയം മുൻപ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ, അതായത് ബ്രൂവറി വിഷയം ചർച്ചയായോ എന്ന് ചോദിച്ചപ്പോൾ, ഈ ലോകത്തിന് കീഴിലെ സകലമാന കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും, സ്വാഭാവികമായിട്ടും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ബ്രൂവറിയും ചർച്ച ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. അതേസമയം ഈ പ്രതിനിധികളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ആ ചർച്ച ഇപ്രകാരമായിരുന്നു. പ്രാദേശിക നേതൃത്വമാണ് ജനങ്ങൾക്കുള്ള ആശങ്ക ഈ യോഗത്തിൽ ഉന്നയിച്ചത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് തിരിച്ചടിയാകും. ഒരുപാട് സംശയങ്ങളും ആദികളും വ്യാധികളും ആശങ്കകളും പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കുണ്ട്. കുടിവെള്ളം മുട്ടുമോ എന്നുള്ള വലിയ പേടിയുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പ്രാദേശിക നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ പരിശോധിക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ ആശങ്കകളും ആദികളും കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ പ്രതിനിധികൾ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത അറിഞ്ഞത്. അതായത് ഇത്തരത്തിലുള്ളൊരു വലിയ വ്യവസായത്തിന് സർക്കാർ അനുമതി നൽകിയത് തങ്ങൾ അറിഞ്ഞത് പോലും മാധ്യമങ്ങളിലൂടെയാണ്. തങ്ങളെപ്പോലും ബോധ്യപ്പെടുത്താൻ, അതായത് പാർട്ടി അംഗങ്ങളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമല്ലേ സാധാരണ ജനങ്ങളെ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വാദം കൂടി ഇന്നിപ്പോൾ യോഗത്തിൽ ഉയർന്നു വരികയുണ്ടായി, പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരികയുണ്ടായി. MP രാജേഷ് ആണ് പാലക്കാട്ടുകാരൻ കൂടിയായ മന്ത്രി, എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം ഈ പദ്ധതിക്ക് വേണ്ടി നിൽക്കുകയാണ്, ഈ പദ്ധതിയെ ന്യായീകരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ പ്രാദേശിക നേതൃത്വം പങ്കുവയ്ക്കുന്ന ആശങ്ക അതിനെ ഏത് തരത്തിൽ കണക്കിലെടുക്കുമെന്നാണ് കരുതേണ്ടത്? അനുജ, ഇത് പരസ്യമായി പറയുന്നില്ലെങ്കിലും രഹസ്യമായി CPM നേതാക്കളിൽ തന്നെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. കാരണം പാലക്കാട് പോലെ വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ജില്ലയിൽ, ഒരു കർഷക ജില്ലയിൽ, ഒരുപാട് കർഷകരുള്ള, രണ്ടാം വിളക്കൊക്കെ വെള്ളം കിട്ടാതെ പ്രയാസത്തിലാവുന്ന കർഷകരുള്ള ജില്ലയിൽ നേരത്തെ തന്നെ ജലവിഭവ വകുപ്പ് ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ മലമ്പുഴയിൽ നിന്ന് കർഷകർക്ക് നൽകാൻ തന്നെ വെള്ളം തികയുന്നില്ലെന്ന്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികളുള്ള ജില്ലയിൽ ഇത്തരത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു കമ്പനിക്ക്, കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ അനുമതി നൽകുക എന്ന് പറയുമ്പോൾ അതിൽ ചില ഇടപാടുകൾ നടന്നിരിക്കണമെന്നുള്ള സംശയം പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് CPMൻ്റെ ഒരു സംഘടനാ സംവിധാനവും സംഘടനാ സ്വഭാവവും അനുസരിച്ച് അത് പുറത്തേക്ക് തുറന്നു പറയാറില്ല. പക്ഷെ പാർട്ടി ഫോറങ്ങളിൽ അവരത് പറയാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ജില്ലാ സമ്മേളനം നടന്നപ്പോഴും അതിൽ ഈ വിഷയം സജീവമായ ചർച്ചയായി ഉയരുകയാണ്. ഇത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ബലപരീക്ഷണമാണ്. എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് അവരുടെ കോട്ടകളിൽ ഒരു മേൽക്കോയ്മ ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ചിത്രം മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർക്കഥ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും പ്രാദേശിക നേതൃത്വത്തിലുണ്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ CPI പ്രാദേശിക ഘടകം ഇതിനോടകം ഇക്കാര്യത്തിൽ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. CPIയുടെ ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്, കുടിവെള്ളം മുട്ടുമോ എന്നുള്ള പേടിയുണ്ട്. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കുടിവെള്ളം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിഷേധം ഉയരുന്നത്. മറ്റൊന്ന്, LDFന്റെ മദ്യനയം എന്നുള്ളത് എന്ത് എന്ന ചോദ്യം. മദ്യവർജനമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരം യൂണിറ്റുകൾ തുടങ്ങുന്നു എന്ന ചോദ്യം. ഇതിനൊക്കെയുള്ള മറുപടി അത് മന്ത്രി നൽകുന്നുണ്ട്. നിയമസഭയിൽ കൂടുതൽ മറുപടിക്ക് തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്.